അണ്ടർ-19 ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യ മാർച്ച് ചെയ്തത് മലയാളി താരം ആരോൺ ജോർജിന്റെ സെഞ്ചുറി കാര്യത്തിലായിരുന്നു. കോട്ടയത്ത് ജനിച്ച ആരോൺ ഇപ്പോൾ ഹൈദരാബാദിലാണ് താമസം. ആരോൺ ജോർജിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് കുടുംബമാണ്. മലയാളികളുടെ ക്രിക്കറ്റ് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം ചില മലയാളി താരങ്ങളുടെ പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. സഞ്ജു സാംസന്റെ വേൾഡ് കപ്പ് ടീമിലേക്ക് എത്തുന്നു, പെർഫോം ചെയ്യാതെ പോകുന്നു, അതിനൊക്കെ വലിയ സങ്കടവും സന്തോഷവും ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു വക കൂടി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അണ്ടർ-19 ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ സെമി ഫൈനലിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചത് ഒരു മലയാളിയാണ്, ഒരു കോട്ടയംകാരനാണ്, മറ്റാരുമല്ല ആരോൺ ജോർജ്. ആരോൺ ജോർജിൻ്റെ ആ ഒരു മികച്ച പ്രകടനത്തിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന 2 പേരാണ് എൻ്റെ കൂടെയുള്ളത്. അത് മറ്റാരുമല്ല, ആരോണിൻ്റെ വല്യച്ഛനും വല്യമ്മയുമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കോട്ടയത്താണ് തോമസ് സാറും അതുപോലെ തന്നെ സാറാമ്മ ചേച്ചിയും. അവരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് സാറേ ആരോണിൻ്റെ പ്രകടനത്തെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ചെറുപ്പം മുതലേ കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് നടന്ന ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ആരോണിൻ്റെ പ്ലെയറെ? ആരെ കളിക്കാൻ തുടങ്ങിയ പിന്നെ ക്രിക്കറ്റോട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതുവരെ ക്രിക്കറ്റ് വലിയ കാര്യമൊന്നുമില്ല, ഇപ്പം പഠിച്ചാണല്ലേ. ഇന്നലത്തെ പ്രകടനം കണ്ടപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഒറ്റ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഓരോ പന്തടിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ. ആരോൺ ചെറുപ്പം മുതലേ ഈ ക്രിക്കറ്റിനോട് ഭയങ്കര സ്നേഹമായിരുന്നു, അല്ലെ? ഇഷ്ടമായിരുന്നു. 6-ാമത്തെ വയസ്സിൽ തുടങ്ങി മറ്റേ പ്ലാസ്റ്റിക് ബോളും ഒക്കെ. വളരെ സന്തോഷമുള്ള കാര്യം. അവൻ കൊച്ചിലേ തുടങ്ങി ആ പ്ലാസ്റ്റിക് ബോളിലാണ് തുടങ്ങിയത്. പിന്നെ അവൻ്റെ ഫാദറും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അന്ന് ആ എൻകറേജ്മെൻ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് സാനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവനെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകണം. സാനു, പ്രീതി, ഞങ്ങളുടെ മകളും അവർ ഭയങ്കരമായിട്ട് അതിന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകെ. അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്ററും. അവൻ കളിക്കാൻ ഗ്രൗണ്ട്സിലൊക്കെ പോകുമ്പോൾ എല്ലാ ഫുഡും ഒക്കെ ആയിട്ട് അവളും അവിടെ പോയിരിക്കുമായിരുന്നു. അല്ലല്ല, ഇവിടെ പഠിച്ചിട്ടേ ഇല്ല. ഉണ്ടായി കാരിത്താസിലാണ് ഉണ്ടായത്, ഉടനെ പോയത്. 2 പേർക്കും വലിയ സന്തോഷമാണ്. തോമസ് സാറിൻ്റെ കണ്ണുവരെ നിറയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. കാരണം അത്രത്തോളം സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരാണ്. അത്രത്തോളം ആരോണിനെ കൊണ്ട് നടന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും കളിപ്പിച്ചതും ഒക്കെ ഇവരൊക്കെ തന്നെയാണ്. എന്തായാലും മലയാളികൾക്കുള്ള ആ സന്തോഷം ഈ കുടുംബത്തിന് ഏറെയാണ് എന്ന് വേണമെങ്കിൽ